വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഇന്ന് രാവിലെ മുതൽ കമന്റ് ബോക്സിൽ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ജില്ലയിൽ ഇന്നലെ എന്തോ രാത്രി ഒരു കുലുക്കം നടന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ ഉറക്കത്തിൽ അത് അറിഞ്ഞില്ല അല്ലേ? വല്ലാത്തൊരു ആശങ്ക അപ്പോൾ പരക്കുന്നുണ്ട് എന്നതാണ്. ഭൂമി കുലുങ്ങി എന്നുള്ള സൂചനകൾ, വാർത്തകളൊക്കെയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. മലപ്പുറത്ത് ഇന്നലെ രാത്രി 11:20 വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടതാണ് വിവരം. പ്രധാന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ കോട്ടയ്ക്കലുണ്ട്, വേങ്ങരയുണ്ട്, ഇരിങ്ങല്ലൂരുണ്ട്, ഊരകം ഈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് കുലുക്കം അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്റെ ഏരിയയിലല്ല കേട്ടോ. അല്ലേ? ഭൂമി കുലുക്കമാണെന്ന് പറയാനാകില്ല എന്നും തീവ്രത കുറഞ്ഞ പ്രകമ്പനം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് അധികൃതർ ഈ വിഷയത്തിൽ പറയുന്നത്. ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, ഇപ്പോൾ ഈ ഊരകം കോട്ടക്കൽ ഭാഗത്തൊക്കെ ഉണ്ടായ ഒരു കുലുക്കം, അത് ഭൂമി കുലുക്കം തന്നെയാണോ എന്ന് ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു അനുഭവം? അവരെന്താണ് പറയുന്നത്? ഇപ്പം ഇത് ഒരു ഭൂമി കുലുക്കമായി ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ല. നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ പ്രകമ്പനം അത് തീവ്രത കുറഞ്ഞ പ്രകമ്പനമായിരിക്കാം എന്നുള്ളൊരു നിഗമനമാണുള്ളത്. കാരണം റിക്ടർ സ്കെയിലിൽ 3 മുകളിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ അത് ഭൂമി കുലുക്കമായി കണക്കാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അത്തരത്തിൽ രേഖപ്പെടുത്തിയില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഒരു ശബ്ദം കേട്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വേങ്ങര, കോട്ടക്കൽ, പുതുപ്പറമ്പ്, കോഴിച്ചിന, ഊരകം, ആട്ടീരി, മറ്റത്തൂർ, മൂച്ചിക്കൽ, തോകതമാട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 11:20 ഒരു ശബ്ദം, ഭൂമിക്ക് അടിയിൽ നിന്ന് ശബ്ദം, വലിയ തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കുകയും ചെറിയ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ ഒരു കുലുക്കം പോലെ അനുഭവപ്പെടുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നത്. പറയുന്നത് ഒരു പക്ഷേ ഇത് ഒരു പ്രകമ്പനം മാത്രമായിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു സ്വീകരണം ഉണ്ടാകുക. നിലവിലെ സാഹചര്യത്തിൽ അധികൃതർ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഭൂമികുലുക്കമായി നമുക്ക് ഇപ്പോൾ അതിനെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഭൂമി ഉലുക്കമല്ല എന്നതിൽ ആശ്വസിക്കാം. പക്ഷേ പ്രകമ്പനം ഉണ്ടായെന്ന് പറയുമ്പോഴും ആ ഒരു നിശ്ചിത മേഖലയിൽ മാത്രമാണ് ഈ ശബ്ദവും പ്രകമ്പനവും ഉണ്ടായത്. അപ്പൊ ഭൂമി ഉലുക്കം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? മറ്റെന്തെങ്കിലും പ്രകമ്പനമായാൽ എന്തായിരിക്കും കാരണം എന്നൊരു ചോദ്യം കൂടി. ഏതായാലും അതിനകത്ത് വലിയ പഠനങ്ങളും അന്വേഷണവും വേണം. അതിന്റെ നടപടികളിലേക്കൊക്കെ അധികൃതർ കടക്കുന്നു എന്നതാണ് വിവരം. എന്തായാലും